പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൽ കണ്ടുമുട്ടുവാൻ കർത്താവ് ഒരുക്കിയ എല്ലാ കൃപയ്ക്കുമായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മെ നന്നായി അറിയുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈ രാത്രി നമുക്ക് ആ കർത്താവിനെ ഒന്നടുത്തറിയുവാൻ, ആ കർത്താവിനോടൊന്ന് ചോർന്നിരുപ്പാൻ നമ്മുടെ ഈ ലൈവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം ഏതെങ്കിലും വിഷയങ്ങളാൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യാശയില്ലാതെ വിശ്വാസത്തിൽ അല്പസമയം കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്താവ് എൻ്റെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയണമേ. എൻ്റെ വേദനകൾക്കൊക്കെയും ഒരു പരിപൂർണത, ഒരു പൂർത്തീകരണം വരുത്തുമാറാകണമേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ശേഷം നമ്മൾ ചില ചിന്തകളൊക്കെ പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. അതിനായി കർത്താവിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കാം. ആമേൻ. Hallelujah. Thank you, Lord Jesus. രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ദൈവമായതിനാൽ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ആമേൻ. കർത്താവാണ് നമ്മളുടെ സന്തോഷം, അവനാണ് നമ്മുടെ ബലം. ആമേൻ. അവനാണ് നമ്മളുടെ വിശ്രമം. ആമേൻ. അവനാണ് നമ്മുടെ സർവ്വവും. ആമേൻ. ഹല്ലേലൂയ. ബലഹീനൻ നമ്മളെന്ന് കരുതുമ്പോൾ ആമേൻ നമുക്ക് ബലം തരുന്നവൻ. ഹല്ലേലൂയ. അശക്തനെന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾക്ക് ശക്തി പകരുന്നവൻ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹിതരില്ലെന്ന് കരുതുമ്പോൾ നമുക്ക് സ്നേഹിതനായി കൂടെയുള്ള ദൈവം. ആമേൻ. ഏകനെന്ന് തോന്നുമ്പോൾ ആമേൻ കൂടിരിക്കുന്ന നല്ല ദൈവം. ഹല്ലേലൂയ. ഓ ജീസസ്. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവനോട് ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവനോട് ചൊല്ലി. കൂടെയിരിക്കുന്നു എന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു എന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനെന്നെ സർവേദം വിശ്രമം നാൾ തോറും. അവനെന്നെ സർവ്വവുമേ. അവനെന്നെ സംഗീതം വിശ്രമം നാൾ തോറും. അവനെന്റെ സർവ്വവുമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവനോട് ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവനോട്
ശക്തനാക്കുന്നവൻ ബലം പകരുന്നു എന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു എന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലവനോടു ചൊല്ലി. സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലവനോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെന്റെ സർവവുമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു എന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ
ബലം പകരുന്നു എന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവ്വവുമേ, 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 അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവ്വവുമേ. Thank you, Jesus. അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവ്വവുമേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ സങ്കേതമായതിനാൽ, അവൻ നമ്മുടെ തുണയായതിനാൽ, അവൻ നമ്മളുടെ ബലമായതിനാൽ, അവൻ നമ്മളുടെ സ്നേഹിതനായതിനാൽ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ തുടർന്ന് നമുക്ക് വചനത്തിൽ കൂടെ നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ. തന്റെ ദാസനെ ആമേൻ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആർപ്പാൻ കർത്താവ് അനുവദിച്ചുവല്ലോ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പലവിധമാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലവിധമാകുന്ന പ്രയാസങ്ങൾ, പലവിധമാകുന്ന സങ്കടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളവരാണ് ഇവിടെ ആയിരിക്കുന്നവരെന്ന് ഓരോരുത്തർക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് രാത്രി പ്രാരംഭത്തിൽ വചനം പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിലേക്കാണ് നാം ഇന്ന് രാത്രി അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും, എല്ലാ നിരാശകളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തു തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി വേദഭാഗം ഇങ്ങനെ വായിക്കുകയാണ്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങളെ എന്ത് ചെയ്യും? ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയത്താൽ ശക്തി ക്ഷയിച്ചിരിക്കുന്ന വ്യക്തിജീവിതങ്ങളാണെങ്കിൽ ഇന്ന് രാത്രികാലം വചനം പറയുകയാണ്, നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. തളർന്നിരിക്കുന്നവരാണോ? ക്ഷീണിച്ചിരിക്കുന്നവരാണോ? ബലം ക്ഷയിച്ച അവസ്ഥയിലായിരിക്കുന്നവരാണോ? ഇന്ന് രാത്രി വചനം പറയുകയാണ്, നിങ്ങളെ ശക്തനാക്കുന്ന ഒരു സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും മനുഷ്യരുള്ള ആശ്രയം നമ്മളെ ക്ഷീണിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അനുഭവിപ്പാൻ ഇടയായിത്തീരും.
എന്നാൽ ഇന്ന് രാത്രി വചനം പറയുകയാ, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു പൊന്നുതമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലതിനാലും നമ്മൾ ഉഴലുന്നവരായിരിക്കാം, പലതിനാലും നമ്മൾ ഭാരപ്പെടുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നത്, ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. പ്രൈസ് ദി ലോർഡ്. സകലത്തിലും മതിയായവനാണ് നമ്മൾ, അല്ലേ? കാരണം എന്നാണെന്നറിയാമോ? കർത്താവ് നമ്മെ ശക്തനാക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം സ്വർഗം നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും സകലത്തിനും മതിയാകുന്നവരായിത്തീരും. പലപ്പോഴും പലയിടങ്ങളിലും വീണും തളർന്നും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നാം ഇന്ന് രാത്രി എന്ത് ചെയ്യണം? കർത്താവിനൊന്ന് ബലപ്പെട്ടോണം, കർത്താവിലൊന്ന് ശക്തിപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, മനുഷ്യർ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ദൈവമക്കളെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരും മനുഷ്യരിൽ ആശ്രയിച്ച് ശക്തി ക്ഷയിച്ചു പോയ അനുഭവങ്ങളുള്ളവരായിരിക്കാം, ക്ഷീണിച്ചു പോയവരായിരിക്കാം, പലതിനും അവർ തളർന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി വചനം പറയുകയാണ്, നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. പലപ്പോഴും ആ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, പലപ്പോഴും ആ ദൈവത്തിൻ്റെ ശബ്ദം കണ്ടിട്ടും അല്ലെങ്കിൽ കേട്ടിട്ടും കേൾക്കാതെ പോകുമ്പോൾ, ആ ദൈവത്തെ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്താം, ഞാൻ നിങ്ങൾക്ക് ബലം പകരാം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ ഒരിക്കലും ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ്, തൻ്റെ അടക്ക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് തങ്ങളിങ്ങനെ വഴി യാത്രയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുപോയി കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പറ്റി, വീര്യപ്രവൃത്തികളെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ വന്ന് ചേർന്നു. അതിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ യാത്ര തിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടി. എന്നിട്ട് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പറ്റി ഇവർ സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹവും എന്ത് ചെയ്തു? ഇടയ്ക്ക് കയറി. അതങ്ങനെയല്ലല്ലോ, കർത്താവ് അങ്ങനെ ചെയ്തില്ലേ, യേശുക്രിസ്തു ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന് വെച്ചാൽ ശിഷ്യന്മാരോട് എന്ത് ചെയ്യുക? വെളിയിൽ നിന്നൊരുവൻ എന്ത് ചെയ്യുക? മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറി. അപ്പോൾ അവരിങ്ങനെ 3 പേരിങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ വഴിയാത്ര ഒത്തിരി താമസമായപ്പോൾ, അല്ലെങ്കിൽ ഒത്തിരി ഇരുട്ടി, സന്ധ്യയായി, രാത്രിയായി. 3 പേരും ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? കൂടിയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തങ്ങളുടെ കൂടെയായിരുന്നപ്പോൾ ചെയ്തതുപോലെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? മൂന്നാമത്തവൻ എന്ത് ചെയ്തു? അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുപ്പാനിടയായി തീർന്നു. അപ്പോഴവരുടെ കണ്ണ് തുറന്നത്, അയ്യോ, ഇത് യേശുവാണല്ലോ, ഇത് ഞങ്ങളുടെ കർത്താവാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പലപ്പോഴും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മെ ശക്തനാക്കുന്നവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ആ കർത്താവിനെ നാം ഒന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നാം ഒന്ന് തിരിച്ചറിയണം. ഇന്ന് രാത്രികാലം ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ശരിക്കും നാം ബലപ്പെടാൻ പോവുകയാണ്, നാം ബലപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൂടെയുള്ള കൂട്ടുകാരെ, അല്ലെങ്കിൽ കൂടെയുള്ള ചാർച്ചക്കാർ, കൂടെയുള്ള വിശ്വാസ ജീവിതങ്ങൾ ആരുമായിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും നമ്മുടെ യാത്ര. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കാം, അവരൊക്കെ എന്നെ സഹായിച്ചേക്കാം, അവരൊക്കെ ഒരു പിന്താങ്ങൽ എനിക്ക് നൽകിയേക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കാം നമ്മുടെ യാത്ര. എന്നാൽ പാതി വഴിയിൽ അവരൊക്കെ ഉപേക്ഷിച്ചു പോകുമ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? പുത്രനെ ചുംബിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ ശക്തനാക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം ആ ഒരു തിരിച്ചറിവാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, നമ്മെ സഹായിക്കുന്നത്. നിരവധി സാക്ഷ്യങ്ങളുണ്ട് ദൈവമക്കളെ നമുക്ക് ചുറ്റുപാടും. നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കുമാണെങ്കിലും നിരവധി സാക്ഷ്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലരും കൈവിട്ടുപോയി, പലരും തള്ളിക്കളഞ്ഞു എന്നൊക്കെ വിചാരിച്ച് വിഷമസന്ധിയിലായിരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് മകനെ, മകളെ എന്ന് വിളിച്ച് ചേർത്തു പിടിക്കുന്ന ഒരു പൊന്നുതമ്പുരാനെ നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും ആ കർത്താവിൻ്റെ സാന്നിധ്യവും അവൻ്റെ സാമീപ്യവും നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം വചനം നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ എന്ത് ചെയ്യുക? ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയുവാൻ, അവൻ നമ്മോട് ഇടപെടുന്ന നിലവാരമൊന്ന് മനസ്സിലാക്കി ആ കർത്താവിനോടൊന്ന് ചേർന്നിരിക്കാൻ ഇന്ന് രാത്രികാലം നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ആ കർത്താവ് നമ്മോട് സംസാരിക്കും, അവൻ നമ്മോട് ഇടപെടും. പ്രൈസ് ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. എപ്പോഴാണ് നാം ബലപ്പെടുന്നത്?
എപ്പോഴും നാം ശക്തിപ്പെടുന്നത് ഈ യഹോവയെ കാത്തിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ദൈവമക്കളെ. എന്താണെന്നറിയാമോ? നമ്മളൊക്കെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്, നമ്മളൊന്നും കാത്തിരിക്കാൻ തയ്യാറല്ല. നമുക്കെല്ലാം പെട്ടെന്ന് വേണം, വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം വേണം. നമുക്ക് വേഗം നേടിയെടുക്കണം പലതും. എന്നാൽ ഇന്ന് രാത്രികാലം കാത്തിരിക്കാൻ തയ്യാറാണ് എങ്കിൽ, നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കർത്താവിലേക്ക് ഒന്ന് അടുക്കാൻ തയ്യാറാണ് എങ്കിൽ, വചനം പറയുക, കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ എന്ത് ചെയ്യും? ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചിറകടിച്ചുയരാൻ ശക്തിയില്ലാതെ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ പറയുക എന്താണ്? തളർന്നു പോകാതെ ഓടുമെന്നാണ് പറയുന്നത്. ഓടാൻ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ എവിടെയെങ്കിലും ഒക്കെ വീണു പോകുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, വചനം പറയുക, നിങ്ങളൊന്ന് കാത്തിരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ആ കർത്താവിനെ ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാണോ? പ്രാരംഭത്തിൽ വായിച്ച വാക്യം എന്താണെന്നറിയല്ലേ? സർവകൃപാലുവായ ദൈവം തന്നെ എന്ത് ചെയ്യും? നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യും? ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് യഥാസ്ഥാനപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ബലം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ, വചനം പറയുക, നിങ്ങളൊന്ന് കാത്തിരുന്നേ മതിയാകൂ. നാം എല്ലാം ധൃതി വെച്ച് കാര്യങ്ങളെ ചെയ്യുന്നവരല്ലേ? എല്ലാം വേഗത്തിൽ നടക്കണം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കൃത്യസമയത്ത് നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചേരുമെന്നേ. കർത്താവിന് അറിയാം എൻ്റെ തലമുറയ്ക്ക് എന്താണ് ആവശ്യമെന്ന്, എനിക്ക് നിങ്ങൾക്കും എന്താണ് ആവശ്യമെന്ന്, അത് എപ്പോഴാണ് ആവശ്യമെന്ന് കൃത്യമായിട്ട് നമ്മുടെ കർത്താവിന് അറിയാം. നാം എന്ത് ചെയ്യണം? ഒന്ന് കാത്തിരിക്കണം. ഇന്ന് രാത്രികാലം നാം ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, വചനം പറയുകയാ, കാത്തിരിക്കുന്നവർ എന്തു ചെയ്യും? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരെന്ത് ചെയ്യുക? തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തളർന്നു പോയിട്ടുണ്ടോ? ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? കാത്തിരിക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാത്തിരിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രികാലം കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അടയാളം. രാത്രികാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൽ നിന്നുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരും. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിലേക്ക് കർത്താവ് ചോദിക്കുമ്പോൾ, സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവ്, ഞങ്ങൾ അങ്ങോട്ട് ചേർന്നിരിക്കുക. ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിനെ സ്വർഗനെ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് മറയ്ക്കുവാൻ, ആ സ്നേഹത്തോടെ ഞങ്ങളെ ഒന്ന് തലോടുവാൻ, ഞങ്ങളെ സന്ദർശിക്കുവാൻ കർത്താവിനെ പ്രഭുത്വമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. നീ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം, അടയാളങ്ങളെ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തളർന്നു പോയിരിക്കുന്ന ദൈവജനമുണ്ട്, കണ്ണുനീരൊഴുക്കുന്ന ദൈവജനമുണ്ട്, ക്ഷീണിച്ചിരിക്കുന്ന കർത്താവ് ദൈവജനമുണ്ട്. കർത്താവ് അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ്, ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ തളർന്നിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തുന്ന, ക്ഷീണിതരായിരിക്കുന്നവരെ കർത്താവ് ഉറപ്പിക്കുന്ന പൊന്നു തമ്പുരാന്റെ അത്ഭുത സാന്നിധ്യം തന്റെ ജനത്തിനുമേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ. കർത്താവ് നീതിയുടെ കർത്താവിന്റെ കരം വെളിപ്പെടുമാറാകണം, അത്ഭുതങ്ങളെ സ്വർഗം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിന്നെയും അനുഗ്രഹിച്ച് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് രാത്രി നമ്മളെ ശ്രമിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.